ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ വൈകുന്നേരത്തിലുള്ള കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ്. ഞാനില്ലേ വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ എനിക്ക് കാര്യമായിട്ട് പണിയൊന്നും ഉണ്ടാവലില്ല. കുറച്ച് സമയം എഡിറ്റിങ്ങും കാര്യങ്ങളെല്ലാം ആയിട്ട് ഇരിക്കും. പിന്നെ ഒരു ചായ കുടിക്കും. അങ്ങനെ ചായയെല്ലാം കുടിച്ച് ഇരിക്കുന്ന സമയമൊന്നും ഞാൻ വിചാരിച്ചു ഒരു വീഡിയോ അങ്ങ് ഷൂട്ട് ചെയ്യാമെന്ന്. കാര്യം രാവിലെ ഇല്ലേ ഉപ്പ ആക്കൂറ കൊണ്ട് തന്നിട്ടുണ്ടായിന്. അന്നേരം ഞാൻ വിചാരിച്ചതാണ് ആക്കൂറ വെച്ചിട്ട് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് നിങ്ങൾക്ക് ഷെയർ ആക്കണമെന്ന്. സത്യം പറഞ്ഞാൽ ഇതില്ലേ ഞാൻ എന്താ പറയുക റെസിപ്പി വീഡിയോ ആയിട്ട് ഷെയർ ആക്കാമെന്ന് വിചാരിച്ചതാണ്. പിന്നെ എടുത്തെടുത്ത് വന്നേരം ഇതൊരു വ്ളോഗായിട്ട് മാറി അങ്ങനെ ഷെയർ ആക്കുന്നതാണ്. ഞാനിതാ മുറ്റത്തേക്ക് വന്നിട്ട് ആദ്യം വാഴയില പറിക്കലാണ്. വാഴയിലെല്ലാം റെഡിയാക്കിയിട്ട് നേരത്തെ തന്നെ ഞാൻ എന്താ പറയുക മീനെല്ലാം കഴുകി ക്ലീനാക്കി വെച്ചിട്ടുണ്ടായിന്. പിന്നെ പണിയില്ലല്ലോ, ചില സമയത്തില്ലേ വീഡിയോ എല്ലാം ഷൂട്ട് ചെയ്യണമെന്ന് വിചാരിക്കുമ്പം എന്തെങ്കിലും റെഡിയില്ല എടുക്കുമ്പം മടി പിടിക്കും. അപ്പം ഇന്നെന്തായാലും മാഷാല്ല എല്ലാം റെഡി ആയിട്ട് സെറ്റ് ആയിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു വേഗം വീഡിയോ ഷൂട്ട് ചെയ്യാമെന്ന്. അങ്ങനെ ഇതാ വാഴയില അപ്പുറത്തെ വാഴയിലെ ചെറുതായിട്ട് പിന്നെ അത് കട്ട് ചെയ്യാൻ മനസ്സ് വരുന്നില്ല. പിന്നെ ഇപ്പുറം വന്നിട്ട് കുറച്ച് വലിയ വാഴയില അങ്ങനെ കട്ടാക്കി എടുക്കലാണ്. മുറ്റത്ത് ചെടീൻ്റെ എല്ലാം പണിയുണ്ടാവും കേട്ടോ. വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ ഇപ്പം എന്നുണ്ടെങ്കിൽ ബിസിനസ്സിൻ്റെ തിരക്കും വീഡിയോ എടുക്കലും കാര്യങ്ങളെല്ലാം ആയിട്ട് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചെടി നോക്കാൻ ടൈമേ കിട്ടലില്ല. ഇൻഷാ അല്ലാ എന്താ പറയുക ചെടിയെല്ലാം നല്ലോണം നോക്കണമെന്നുള്ള വിചാരിക്കുന്നു. വീട് എടുക്കുന്ന സമയമില്ലേ ഞാൻ വിചാരിച്ചതാണ് മുറ്റം നിറച്ചും നല്ല ചെടികളും കാര്യങ്ങളെല്ലാം ആക്കി അടിപൊളിയാക്കണമെന്ന്. മാഷാ അല്ലാ അടിപൊളിയിലാക്കിയിട്ടുണ്ട്. എന്നാലുമില്ലേ ഞാനിപ്പം ചെടിയിലൊന്നും കൂടുതൽ ശ്രദ്ധിക്കലേ ഇല്ല. അങ്ങനെ പിന്നെന്താ ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി കട്ട് ചെയ്തിട്ട് ആ ഭാഗത്തുള്ള മാവില്ലേ അത് കൊത്തിയിട്ടുണ്ടായിനെ. നമ്മളപ്പുറത്തെ ഭാഗത്ത് വീട് വന്നിട്ടുണ്ടായിന്. അവർ വീട്ടിൽ കൂടലെല്ലാം കഴിഞ്ഞ് ഇപ്പം വീട് മൊത്തത്തിൽ ഇപ്പം ആ മാവില്ലാത്തതുകൊണ്ട് ആ വീട് മൊത്തത്തിൽ കാണുന്നില്ലേ. അങ്ങനെ ആ ഭാഗത്ത് ഇടയ്ക്ക് ഇങ്ങനെ പാമ്പലുണ്ടാവും. അപ്പം ആ മാവ് ഉണ്ടായതുകൊണ്ട് തന്നെ ഒരു ഇരുട്ടായിട്ടാണ് ആ ഭാഗം ഉണ്ടായത്. അപ്പം അത് കൊത്തിയേരം തന്നെ നല്ല വെളിച്ചം വന്നിട്ടുണ്ട് മാഷാ അല്ലാ ആ ഭാഗത്ത്. ഇനിയിപ്പോൾ ഇതാ ഞാൻ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട്. വേഗത്തിൽ തന്നെ വായലും കാര്യങ്ങളെല്ലാം കട്ട് ചെയ്ത് ക്ലീനാക്കി എടുക്കലാണ്. എൻ്റെ ആ ഭാഗത്തുള്ള വായല് മൊത്തത്തിൽ വലുതായിട്ട് എന്തോ മോശമായിട്ടുണ്ടായിന്. അപ്പം മാവ് കൊത്തുന്ന സമയം തന്നെ ആ വായ മൊത്തത്തിൽ കൊത്തിക്കളഞ്ഞതാണ് പുതിയത് വരാൻ വേണ്ടിക്ക്. മാഷാ അല്ലാ ഇപ്പം നല്ല വൃത്തിക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ എന്താ പറയുക വലുതായിട്ട് ഇങ്ങനെ മോശമായിട്ടിരിക്കുന്ന വായലുണ്ടാവില്ലേ, ലീഫെല്ലാം ഇങ്ങനെ കീറിപ്പോയിട്ടെല്ലാം ഉണ്ടാകുന്ന അതിലേ നമ്മൾ താഴ്ന്നേ കൊത്തിക്കളഞ്ഞു കഴിഞ്ഞാൽ പുതിയതായിട്ട് നല്ല വായ വരും കേട്ടോ. അങ്ങനെ ഇനിയിപ്പോൾ ഇതാ എൻ്റെ ഡെയിലി രാവിലത്തെ റൂട്ടീനല്ലേ ഞാൻ എപ്പോഴും നിങ്ങൾക്ക് ഷെയർ ആക്കാം. രാവിലെ എപ്പോഴും പറയുന്ന പോലെ എന്താ പറയുക നമസ്കാരം കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ ഉച്ചക്കത്തെ പണി അതെല്ലാം കഴിഞ്ഞ് പിന്നെ ഉച്ചക്ക് ഉറങ്ങുകയൊന്നും ചെയ്യില്ല. എന്തെങ്കിലും എഡിറ്റിങ്ങും കാര്യങ്ങളെല്ലാം ആയിട്ട് അങ്ങനെ സമയം പോകും. കുട്ടികൾ സ്കൂൾ വിട്ടിട്ട് വരും. അതെല്ലാം കഴിഞ്ഞ് കുട്ടികളുടെ കാര്യങ്ങളെല്ലാം നോക്കി മുഹമ്മദിനെ കുളിപ്പിച്ച് ഫ്രഷ് ആക്കി അതുപോലെ എനിക്ക് ചായ കൊടുക്കും. അങ്ങനെയെല്ലാം കഴിഞ്ഞാൽ പിന്നെ അസർ നമസ്കാരവും കാര്യങ്ങളെല്ലാം ആയിട്ട് കുറച്ച് സമയം അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ രാത്രിക്ക് എന്താ പറയുക എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഉച്ചക്ക് എന്താ പറയുക കാര്യമായിട്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ലെങ്കിലും മാത്രമേ ഞാൻ രാത്രി ഉണ്ടാക്കും കേട്ടോ. ഉച്ചക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടെങ്കിൽ രാത്രി അതന്നെ എടുക്കും. ഉച്ചക്ക് ഇന്ന് കഞ്ഞിയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിന്. കഞ്ഞും പയറുമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ രാത്രി എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഉണ്ടാക്കലാണ്. ഇന്നില്ലേ നമ്മൾ കണ്ണൂർ സ്പെഷ്യൽ പുതിയാപ്ല സ്പെഷ്യൽ മീൻ പത്രിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ ഐറ്റംസ് എല്ലാം. അപ്പം കുറച്ച് വലിയ വാഴയില വേണ്ടേ. മീൻപത്തിരിയിൽ പല ടൈപ്പിൽ നമ്മൾ ഉണ്ടാക്കുക. ഇതൊരു എന്താ പറയുക ഇത് തേങ്ങയെല്ലാം അരച്ചിട്ടുണ്ടാക്കുന്ന ഒരു ടൈപ്പ്, പിന്നെ വേറെ ഒരു ടൈപ്പിൽ ഉണ്ടാക്കലുണ്ട്. ഇൻഷാ അല്ലാ അത് ഞാൻ ഷെയർ ആക്കാം. അപ്പോൾ ഇത് ഇന്ന് ഷെയർ ആക്കാം കേട്ടോ. പിന്നെന്താ നമ്മളില്ലേ നാട്ടിൽ പുതിയാപ്പിളമാരെന്ന് പറയുമ്പം കുറച്ച് എന്താ പറയുക എത്ര വയസ്സായി കഴിഞ്ഞാലും നമ്മളെ നാട്ടിൽ പുതിയാപ്പിളമാരെന്ന് തന്നെ പറയും കേട്ടോ. അവർക്ക് സ്പെഷ്യൽ ഫുഡായിരിക്കും ഉണ്ടാക്കി കൊടുക്കുക. അതുപോലെ തന്നെ അവർ വന്നു കഴിഞ്ഞാൽ ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കും. അത് എത്ര കാലം കഴിഞ്ഞാലും അങ്ങനെ തന്നെയാണ് കേട്ടോ കണ്ണൂർ സിസ്റ്റം. അതിപ്പം എത്ര പ്രായമായി കഴിഞ്ഞാലും എന്താ പറയുക അവർ എന്താ പറയുക രാത്രി ജോലിയും കഴിഞ്ഞിട്ട് വന്നാൽ അല്ലാന്നുണ്ടെങ്കിൽ എന്താ പറയുക ഗൾഫിൽ നിന്നെല്ലാം വന്നവരാണെന്നുണ്ടെങ്കിലെല്ലാം അവർക്ക് രാത്രി പാലോ ജ്യൂസോ അങ്ങനെ എന്ത് ഐറ്റവും സ്പെഷ്യലായിട്ട് ഉച്ചയ്ക്ക് ഉണ്ടാവില്ല. അവരെ വീട്ടിൽ നിന്നായിരിക്കും ഫുഡ് കഴിക്കുക. രാവിലെ എന്താ പറയുക ഫുഡിനുണ്ടാവും. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് അടിപൊളിയായിട്ട് ഉണ്ടാക്കി കൊടുക്കും. അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് അവരവരെ വീട്ടിൽ നിന്നായിരിക്കും കഴിക്കുക. പിന്നെ വൈകുന്നേരം രാത്രിയോ വരും. രാത്രി സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കും കേട്ടോ. അപ്പോൾ ആ സ്പെഷ്യലിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരൈറ്റമാണ് ഈ ഒരു മീൻ
മീനിൻ്റെ വിഭവമല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ മീൻ പത്തിരി മാത്രമായിട്ടല്ല ഇട്ട് ഉണ്ടാക്കി കൊടുക്കുക. കുറേ ഐറ്റംസ് ഉണ്ടാവും. അതിൻ്റെ കൂടെ ഇപ്പം മീനിൻ്റെ ഐറ്റംസ് എല്ലാം ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ മീൻ ഫ്രൈ വെക്കും, അതുപോലെ തന്നെ എന്തെങ്കിലും സലാഡ് ഉണ്ടാക്കി കൊടുക്കും. ഇങ്ങനെ ഒരു ഐറ്റം മാത്രം ആക്കിയിട്ട് ഉണ്ടാക്കില്ല, ഏതെങ്കിലും വേറൊരു ഐറ്റം കൂടി ഉണ്ടാക്കും. അങ്ങനെ 2 ഐറ്റം ഉണ്ടാവില്ല എന്നുണ്ടെങ്കിൽ 3 ഐറ്റം ഉണ്ടാക്കുന്നവരുണ്ട്. അങ്ങനെ രാത്രി ആകുമ്പം ടേബിൾ മൊത്തത്തിൽ ഫുഡ് ഐറ്റംസ് ആയിരിക്കും കേട്ടോ ഉണ്ടാവുക. അതാണ് കണ്ണൂർ പുതിയാപ്ല സൽക്കാരം എന്നെല്ലാം പറയുന്നത്. ഞാനിപ്പില്ലേ ആദ്യം മീനിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്, പിന്നെ ക്രഷ് ചെയ്ത കുരുമുളക് പൊടി, എന്നിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്കില്ലേ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി മിക്സ് ആക്കി എടുക്കുക. കുറച്ച് വിനെഗറോ ചെറുനാരങ്ങ പിന്നതോ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടിയിട്ട് നല്ലോണം മിക്സ് ആക്കി എടുക്കുക. ഇതിങ്ങനെ പറ്റിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ വെച്ച് കൊടുക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ഫ്രൈ ആക്കാം. ഞാൻ നല്ല ഫ്രഷ് മീനല്ലാന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ഫ്രൈ ആക്കൽ തന്നെയാണ് നല്ലത്. അപ്പോൾ ഇതാ ഇത്രയും ഐറ്റംസാണ് ഞാൻ മീനിൽ പുരട്ടി കൊടുത്തത്. അപ്പോൾ ഇതാ മൊത്തത്തിൽ മീനിൽ എല്ലാ ഭാഗത്തും ഇതിൽ അയല മീൻ വെച്ചിട്ട് ചെയ്യുക, ചിക്കൻ വെച്ചിട്ട് ചെയ്യുക, ബീഫ് വെച്ചിട്ട് ചെയ്യുക, അതുപോലെ തന്നെ എന്താ പറയുക നമുക്ക് എന്താ പറയുക കല്ലുമ്മക്കായി, ഈ എന്താ പറയുക കൂന്തൽ, പിന്നെന്താ ആ ഒരു കക്കയില്ലേ നമ്മൾ ഇളമ്പക്ക എന്ന് പറയും, അതെല്ലാം വെച്ചിട്ട് ചെയ്യുക കേട്ടോ. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിക്ക്. പക്ഷേ ഈ ഒരു മസാലനെക്കാട്ടി കൂടുതൽ വേറൊരു ടൈപ്പിലുള്ള മസാല വെച്ചിട്ടാണ് അത് ടേസ്റ്റ് ഉണ്ടാവുക. ഞാൻ അതിൻ്റെ വീഡിയോ ഇൻഷാല്ലാ ചെയ്യാം. ഇനിയിപ്പോൾ എല്ലാം പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇതിപ്പം ഫ്രൈ ആക്കി എടുക്കണം. പിന്നില്ലേ ഈ ഒരു പത്തിരിയിലേക്കുള്ള അരപ്പ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിക്ക് ഞാൻ പുഴുങ്ങലരിയില്ലേ നമ്മൾ ചോറ് വെക്കുന്ന അരി ഇളം ചൂടുവെള്ളത്തിൽ ഒരു 2-3 മണിക്കൂർ കുതിർത്ത് വെച്ചിട്ടുണ്ട്. 1 കപ്പാണ്. പിന്നെ വലിയ ജീരകം, ഫെനൽ സീഡ് 1 ടീസ്പൂണ്, അരമുറി തേങ്ങ, ഒരു ചെറിയ ഉള്ളി എന്ന് പറയുമ്പോൾ വലിയ ഉള്ളീൻ്റെ പകുതിയാണ് കേട്ടോ, അത് അരച്ചെടുക്കണം. പിന്നെ ഇതാ മീനിൻ്റെ തലഭാഗങ്ങൾ എല്ലാം ഉണ്ടാവില്ലേ, ആ കുറച്ച് പീസ് അങ്ങനെ ഫ്രഷ് ആയിട്ട് എടുക്കണം. ഇനിയിപ്പോൾ ഇതാ 1 ഉള്ളി എടുത്തിട്ടുണ്ട്, പിന്നെ 2-3 തക്കാളി, പച്ചമുളക് ഒരു 5 എടുത്തിട്ടുണ്ട്, എരിവിനനുസരിച്ച് എടുക്കുക കേട്ടോ. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അതുപോലെ തന്നെ കറിവേപ്പില. പിന്നെന്താ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ വെളുത്തുള്ളി മാത്രം മതി കേട്ടോ. ഞാനിപ്പോൾ ഇതാ പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഈ ഒരു മീനാണ് ആദ്യം ഫ്രൈ ആക്കി എടുക്കേണ്ടത്. അപ്പോൾ ഫ്രൈ ആക്കി എടുത്ത മീനിൻ്റെ ആ ഒരു ഓയിൽ തന്നെയാണ് നമ്മൾ ഉള്ളി തക്കാളി കാര്യങ്ങളെല്ലാം വഴറ്റിയെടുക്കുക. അപ്പോൾ ഇതാ ഓയിലെല്ലാം തീർന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഓയിലും കാര്യങ്ങളെല്ലാം ഒന്ന് നിറച്ചെടുക്കണം. പിന്നെന്താ നിങ്ങൾ ഇതുവരെയുള്ള എൻ്റെ വീഡിയോസിന് നിങ്ങൾ തന്ന സപ്പോർട്ടിന് താങ്ക് യു സോ മച്ച്. ഒരുപാട് നല്ല കമൻറ്റ്സ് കണ്ടിട്ടുണ്ടായിന്. ഈ ഒരു വീഡിയോയും നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്കും കമൻറ്റും ചെയ്യട്ടോ. ഡെയിലി വീഡിയോ ചെയ്യാനെല്ലാം പറയലുണ്ട്. സത്യം പറഞ്ഞാൽ ഇപ്പോൾ ടൈമില്ലാത്തതുകൊണ്ടാണ്. ഇൻഷാല്ലാ പറ്റുന്ന പോലെ ഞാൻ വീഡിയോസ് ഷെയർ ആക്കാം കേട്ടോ. ഇതാ ഞാൻ മീനെല്ലാം ഒന്ന് ഓരോന്നായിട്ട് അങ്ങനെ ഫ്രൈ ആക്കി എടുക്കലാണ്. പിന്നില്ലേ ഞാനിപ്പോൾ ഇട്ട ഡ്രസ്സ് എന്തായാലും നിങ്ങൾ ചോദിക്കുമെന്ന് അറിയാം. കുറേ ആൾക്കാർ ഞാനിടുന്ന ടൈപ്പ് ഡ്രസ്സെല്ലാം വേണമെന്ന് പറയലുണ്ട്. കഴിഞ്ഞ വീഡിയോയിലെ ഡ്രസ്സ് എവിടുന്നാണ് വാങ്ങിയെന്ന് ചോദിച്ചിട്ടുണ്ടായിന്. അത് നമ്മളെ ഡ്രസ്സ് തന്നെയാണ് കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക. ഇനിയിപ്പോൾ ഇതാ ആ ഒരു ഓയിലിൽ തന്നെ ചെറുതായിട്ട് കൊത്തിയരിഞ്ഞ ഉള്ളി, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടീസ്പൂണ്, ഇല്ലാന്നുണ്ടെങ്കിൽ ഇഞ്ചി എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ വെളുത്തുള്ളി മാത്രം മതിയെങ്കിൽ ഒരു 6 അല്ലി വെളുത്തുള്ളി. പിന്നെ ഞാനിത് 5 പച്ചമുളക് ചേർക്കുന്നുണ്ട്. തേങ്ങ അരച്ചിട്ട് കറി വെക്കുന്നതുകൊണ്ടാണ്. നിങ്ങൾക്ക് എരിവത്ര വേണ്ടാന്നുണ്ടെങ്കിൽ കുറച്ചോട്ടാം. ഇനിയിപ്പോൾ ഇതാ ഈ ഒരു ഉള്ളി നല്ലോണം കുക്കായിട്ട് വരണം. എന്നിട്ട് വേണം ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാൻ വേണ്ടിക്ക്. അപ്പോൾ ഉള്ളി ഇങ്ങനെ ചെറുതായിട്ട് കൊത്തിയരിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് കുക്കായിട്ട് കിട്ടും കേട്ടോ. പിന്നെന്താ നമ്മൾ മീൻ പൊള്ളിച്ച റെസിപ്പി വീഡിയോ ചെയ്തിട്ട് ഒരുപാട് പേര് നല്ല കമൻറ്റ്സ് തന്നിട്ടുണ്ടായിന്. താങ്ക് യു സോ മച്ച്.
ഒരുപാട് പേര് ഉണ്ടാക്കിയെന്നാലും പറഞ്ഞിട്ടുണ്ടായിനി. അതുപോലെ ഈ ഒരു റെസിപ്പി നിങ്ങൾ ഉണ്ടാക്കി നോക്കാം. പിന്നെ ഇതുപോലെ തന്നെ എന്താ പറയുക, സെയിം ഈ ഒരു സംഭവം തന്നെ വേറൊരു മസാല വെച്ചിട്ട് ഉണ്ടാക്കുന്ന വീഡിയോ ഇൻഷാ അല്ലാഹ് ഞാൻ ചെയ്യാം കേട്ടോ. പിന്നെന്താ, ഞാനിതാ ഒരു 3 തക്കാളി ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. 3-2 തക്കാളി എന്താ പറയുക, ചെറുനാരങ്ങ പിഴിഞ്ഞ് കൊടുക്കണ്ട കേട്ടോ. തേങ്ങക്കറിയിൽ അങ്ങനെ ഞാൻ ചെറുനാരങ്ങ പിഴിഞ്ഞ് കൊടുക്കല്ല, തക്കാളി കുറച്ച് അധികം ഇട്ട് കൊടുക്കലാണ്. ഉള്ളിൻ്റെ അളവ് കുറച്ച് കഴിഞ്ഞാൽ തേങ്ങക്കറി മധുര ടേസ്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഒരു ഉള്ളി ചേർത്ത് കൊടുത്തത്. ഇനിയിപ്പോൾ ഇത് അടച്ച് വെച്ച് കുക്കാക്കി എടുക്കലാണ്. ഇനിയിപ്പില്ലേ നമ്മൾ നേരത്തെ അരി വെച്ചിട്ടില്ലേ, ചോറ് എന്താ പറയുക, ചോറ് വെക്കാൻ ഉപയോഗിക്കുന്ന അരി കുതിർത്ത് വെച്ചിട്ടില്ലേ ഇളം ചൂടുവെള്ളത്തിൽ, അത് നല്ലോണം കഴുകി അതിലേക്ക് അരമുറി തേങ്ങ, അരമുറി ഉള്ളി, അതുപോലെ തന്നെ പെരുംജീരകം, വലിയ ജീരകം, ഫെനൽ സീഡില്ല അതൊരു ടീസ്പൂണ്, അതും കൂടി ചേർത്തിട്ട് ഇത് കുഴച്ചെടുക്കലാണ്. ഇത് നല്ലോണം കുഴച്ചെടുക്കുക. ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ, ഈ അരിയിലേക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെറിയ പീസ് ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും കൂടി അരച്ചിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. കുറച്ചുകൂടി ടേസ്റ്റി ആയിരിക്കും. പക്ഷെ ഞാൻ ചെയ്യുന്നില്ല. നമ്മൾ കല്ലുമ്മക്കായ്ക്കെല്ലാം അരി അരച്ചെടുക്കൂലേ, അതുപോലെ ചെയ്തെടുക്കുക. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പൊടി മാത്രം കുഴച്ചെടുക്കുക. പക്ഷേ ഇങ്ങനെ അരി അരച്ചെടുക്കുമ്പം കുറച്ചുകൂടി നമുക്ക് കട്ടിയായിട്ട് കിട്ടും കേട്ടോ, കുറച്ച് ഹാർഡായിട്ട് കിട്ടും. അതുപോലെ തന്നെ നല്ല ടേസ്റ്റും ആയിരിക്കും. അതുപോലെ തന്നെ ഇങ്ങനെ പച്ചരിപ്പൊടിയെല്ലാം എടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ഇതുപോലെ കുഴച്ചെടുത്താൽ മാത്രം മതി. വാട്ടിക്കുഴക്കൊന്നും വേണ്ട, ജസ്റ്റ് ഇതുപോലെ പച്ചവെള്ളത്തിൽ കുഴച്ചെടുത്താൽ മതി. കാര്യം എന്താ പറയുക, ആവി കുളിക്കുന്നതല്ലേ. ഇപ്പം കണ്ണൂർ സ്റ്റൈൽ പത്തിരിപ്പൊടിയാണ്, പച്ചവെള്ളത്തിൽ കുഴക്കാൻ പറ്റുന്ന പത്തിരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോഴേക്കും നമ്മുടെ ഉള്ളിയും തക്കാളിയും എല്ലാം നല്ലോണം കുക്കായിട്ട് വന്നിട്ടുണ്ട്. അഥവാ കുക്കായിട്ടില്ലാന്നുണ്ടെങ്കിൽ ഒന്നുകൂടി അടച്ച് വെച്ചിട്ട് കുക്കാക്കി എടുക്കണം കേട്ടോ. നമ്മളില്ലേ കുക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഉള്ളിയും തക്കാളിയെല്ലാം നല്ലോണം വെന്ത് കൊന്ന പരുവത്തിലായി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് വേറെ തന്നെയാണ്. അതുപോലെ തന്നെ ഇങ്ങനെ കാണുന്ന രീതിയിൽ നമ്മൾ കറി വെച്ച് കഴിഞ്ഞാൽ വേറെ തന്നെ ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ കുക്ക് ചെയ്യുമ്പം ഓരോരോ ആൾക്കാരത് ഭയങ്കര ടേസ്റ്റി, ഓരോരോ ആൾക്കാരത് ടേസ്റ്റ് കുറയുന്നെന്നെല്ലാം പറയില്ല. പക്ഷേ നമ്മളെല്ലാവരും ഒരേ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തന്നെയായിരിക്കും ഉണ്ടാക്കുക. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോരോ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പം ഞാൻ പറയുന്ന പോലെ തന്നെ ചെയ്യാം കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്കുള്ള അരപ്പിന്, കറിയിലേക്കുള്ള അരപ്പിന് വലിയ ജീരകം, മഞ്ഞൾപ്പൊടി, ഒരു മുറി വലിയ തേങ്ങയാണ് എന്നിട്ട് എടുത്തിട്ടുള്ളത്. അത് നല്ലോണം പേസ്റ്റായിട്ട് അരച്ചെടുക്കുക. വേറെ ഒന്നും ചേർത്ത് കൊടുക്കണ്ട, അത് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതാ നമ്മുടെ ഉള്ളിയും തക്കാളിയിൽ ഏകദേശം നല്ലോണം കുക്കായിട്ട് വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ഗരം മസാല അല്ല സോറി, കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പ്, അതുപോലെ തന്നെ കുറച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയും ഓരോരോ ടീസ്പൂൺ വീതം മതി കേട്ടോ. അതെല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടില്ലേ നല്ലോണം വഴറ്റിയെടുക്കുക. ആ ഒരു മുളകിൻ്റെയും മല്ലിൻ്റെയും ആ ഒരു കുത്തുന്ന സ്മെല്ലുണ്ടാവില്ലേ, ആ ഒരു റോ സ്മെല്ല് മാറുന്നത് വരെ വഴറ്റിയെടുക്കുക. അതുപോലെ തന്നെ നമ്മൾ ചിലരിങ്ങനെ മുളക് മല്ലിയെല്ലാം അരച്ചിട്ട് ഒഴിച്ച് കൊടുക്കുന്നവരുണ്ട് വെള്ളത്തിൽ. പക്ഷേ മുളക് മല്ലിയെല്ലാം ഇങ്ങനെ വാട്ടിയെടുത്തിട്ട് ഒഴിച്ചു കൊടുത്തതിനാലാണ് കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവുക. അരച്ചിട്ട് ഒഴിച്ചു കൊടുക്കുമ്പോൾ ആ മുളകിൻ്റെയും മല്ലിൻ്റെയും ആ ഒരു കുത്തുന്ന സ്മെല്ല് അതുപോലെ തന്നെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ അതിങ്ങനെ വാട്ടിയിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോഴാണ് കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ പെർഫെക്റ്റ് ടേസ്റ്റ് ഭയങ്കര വായിലിട്ട് കഴിഞ്ഞാൽ എന്താ പറയുക, ആരുണ്ടാക്കിയെന്ന് ചോദിക്കുന്ന ഒരു ടൈപ്പിലെ ടേസ്റ്റ് എല്ലാം വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കണം കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഞാൻ അരിക്കുന്നില്ല, എന്താ പറയുക, ഈ തേങ്ങ നല്ലോണം നമ്മൾ പച്ചരിയെല്ലാം അരക്കൂലേ അതുപോലെ നല്ലോണം പേസ്റ്റായിട്ട് അരച്ചെടുക്കുക. എന്നിട്ട് വേണം ഇതിലേക്ക് ഒഴിച്ചെടുക്കാൻ വേണ്ടിക്ക്. ഇനിയിപ്പോൾ ഇതാ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. നല്ല ടേസ്റ്റുള്ള ഒരു മസാലയാണ് കേട്ടോ ഇത്. മീൻ കറിയിലേക്ക് ഇഞ്ചി, ഇങ്ങനെ അരപ്പിലേക്ക് ഇഞ്ചി എല്ലാം ചേർത്ത് കൊടുക്കുന്നവരുണ്ട്. പക്ഷേ ഇഞ്ചിയെല്ലാം ചേർത്ത് കഴിഞ്ഞാൽ ടേസ്റ്റിയും മാറും, കയ്പ്പ് ടേസ്റ്റി ആയിരിക്കും കേട്ടോ ഉണ്ടാവുക. അതുപോലെ തന്നെ നിങ്ങൾ ഇഞ്ചി ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉള്ളി വഴറ്റുന്ന ടൈമില്ലേ, ആ ടൈം വേണം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാൻ വേണ്ടിക്ക്. ഇങ്ങനെ അരപ്പിൽ ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ചേർത്ത് കൊടുക്കുമ്പം ടേസ്റ്റ് മാറിപ്പോകും കേട്ടോ. കറക്റ്റ് ഞാൻ ഈ പറയുന്ന പോലെ തന്നെ ചെയ്തെടുക്കുക. ആ കാര്യമില്ലേ, ചിലരെല്ലാം നമ്മൾ ഇൻഗ്രീഡിയൻസ് കുറച്ച് മാറ്റിയിട്ടെല്ലാം ചെയ്ത് നോക്കും അങ്ങനെ. അപ്പോൾ നമ്മൾ പറയുന്ന കറക്റ്റ് ഇൻഗ്രീഡിയൻസിൽ ചെയ്താലാണ് ഞാൻ പറയുന്ന അതേ ടേസ്റ്റിൽ കിട്ടുക കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ തേങ്ങാൻ്റെ അരപ്പെല്ലാം ഒഴിച്ച് കൊടുത്ത് ഇനിയിപ്പോൾ ഇതൊന്ന് തിളച്ച് വരുന്ന സമയം നമ്മൾ ഫ്രഷ് ആയിട്ട് വെച്ച ആ ഒരു മീനില്ലേ അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നല്ലൊരു മീനിൻ്റെ ടേസ്റ്റ് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഓൾറെഡി ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നില്ലെങ്കിൽ പ്രശ്നമില്ല, നമ്മൾ കാര്യം നമ്മൾ ഫ്രൈ ആക്കി വെച്ച ഓയിൽ മീനിൻ്റെ ടേസ്റ്റിൽ ഇറങ്ങിയിട്ടുണ്ടാവും. എന്നാലും എൻ്റെ ഉമ്മയില്ലേ ബിരിയാണിയിൽ ഉണ്ടാക്കുമ്പം ഇങ്ങനെ ചെയ്തെടുക്കുന്ന കാണലുണ്ട്, കുറച്ചുകൂടി ടേസ്റ്റ് കൂടുമെന്നും അറിയലുണ്ട്. അതുകൊണ്ട് ഞാൻ അങ്ങനെ ഇട്ട് കൊടുത്തതാണ്. ഇൻഷാ അല്ലാഹ് ഞാൻ മീൻ ബിരിയാണി റെസിപ്പി ഒന്നും അധികം കുറേ കാലമായി ചെയ്തിട്ട് ഇൻഷാ അല്ലാഹ് ഉമ്മാൻ്റെ സ്പെഷ്യൽ മീൻ ബിരിയാണി റെസിപ്പി, ചിമ്മീൻ ബിരിയാണി റെസിപ്പി എല്ലാം ചെയ്യാം കേട്ടോ. കുറേ ആൾക്കാർ ചോദിക്കലുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം.
എന്നിട്ട് ഇത് അടച്ചു വെച്ച് കുക്കാക്കി എടുക്കാം മീൻ വേവുന്നവരെ. പിന്നിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു മീൻ പത്തിരി ഈ മസാല ആയിക്കഴിഞ്ഞാൽ പാട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. പക്ഷേ ഇല്ലേ ഞാൻ ഈ ഫ്രൈ ആക്കി വെച്ച മീനും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ മീനിൻ്റെ ടേസ്റ്റ് കംപ്ലീറ്റ് ഈ മസാലയിലേക്കും കൂടി ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമുക്കിത് 2 ടൈപ്പിൽ ചെയ്യാം. കാണാൻ കുറച്ചുകൂടി ഭംഗിക്ക് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ ഈ മസാല ഡയറക്റ്റ് പത്തിരിയിൽ പുരട്ടി കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ എന്താ പറയുക മീൻ വെച്ച് കൊടുക്കുക. എന്നാൽ കുറച്ചുകൂടി എക്സ്ട്രാ ടേസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്തെടുത്തോ, അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഞാനിപ്പോൾ ഇതാ ഫ്രൈ ആക്കി വെച്ച ഓരോ മീനും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് കറക്റ്റായിട്ട് എടുക്കുക, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കറക്റ്റ് ശ്രദ്ധിക്കുക. അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു മീൻ പത്തിരി നിങ്ങൾക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. ഇതാ എല്ലാ മീനും ഇട്ട് കൊടുത്ത ശേഷിയില്ലേ നമുക്ക് ആ ഒരു വായലയും കൂടി ഇതിലേക്ക് വെച്ച് കൊടുക്കുക. വായലേൻ്റെ ഒരു സ്പെഷ്യൽ ഫ്ലേവറും കൂടി ആ ഒരു മസാലയിലേക്ക് ഇറങ്ങും. എന്നിട്ടിത് അടച്ചു വെച്ച് കൊടുക്കുക. ഇനിയിപ്പം നമ്മൾ നേരത്തെ കുഴച്ച് വെച്ച ആ ഒരു പത്തിരി മാവില്ലേ അത് ഓരോന്നും പരത്തി വെക്കുക. എന്നിട്ട് ഇതിൻ്റെ മസാല ഇട്ട് കൊടുക്കുക. ഇതിലെല്ലാവർക്കും അറിയുന്നത് തന്നെ ആയിരിക്കും. ഇനിയിപ്പില്ലേ ഞാനധികം ട്യൂഷൻ്റെ കാര്യങ്ങളെല്ലാം ഷെയർ ആക്കുമ്പോൾ കുറച്ച് പേരെങ്കിലും പറയലുണ്ട് ട്യൂഷൻ്റെ കാര്യങ്ങൾ വെക്കണ്ട, എന്താ പറയുക സ്കിപ്പ് ചെയ്യലാന്ന് മടുത്തെന്നല്ലോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ പാരൻസ് അത് കേൾക്കാൻ ഇഷ്ടപ്പെടുന്നവരുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഷെയർ ആക്കുന്നത്. നമ്മൾ സബ്സ്ക്രൈബേഴ്സിൽ ഞാൻ എപ്പോഴും പറയുന്നല്ലോ ഒരുപാട് ഉമ്മമാരുണ്ട്, എന്താ പറയുക ഒരുപാട് കുട്ടികൾ കാണുന്നുണ്ട്. അവർക്കെല്ലാം യൂസ്ഫുൾ ആവുന്നതുകൊണ്ടാണ് ഞാൻ ഷെയർ ആക്കുന്നത്. അതുപോലെ ഒരുപാട് കുട്ടികൾക്ക് പാരൻസിനും എല്ലാം ഉപകാരം ആയിന്ന് എനിക്ക് മെസ്സേജിൽ വരുത്തുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഷെയർ ആക്കുന്നത്. പിന്നില്ലേ എൻ്റെ മോന് ഫസ്റ്റ് സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്. എനിക്ക് ഭയങ്കര ആൾക്കാരെ കാണുമ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുറമേ ഉള്ള ആൾക്കാരെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര മടിയാണ്, നാണക്കേടാണ്, ടീച്ചേഴ്സിനോടെല്ലാം ഭയങ്കര ഭയമെന്ന്, അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യൂല, അങ്ങനത്തെ എല്ലാം പ്രശ്നം ഉണ്ടായിട്ടുണ്ടായിനെ. ആൽബർട്ട് എഡ്യൂക്കേറ്ററിൽ ഞാൻ മോനെ ചേർത്തതിന് ശേഷമില്ലേ എനിക്ക് ടീച്ചറുമായിട്ടുള്ള ഒരു ഇൻഡിവിജ്വൽ അറ്റൻഷൻ കിട്ടാൻ തുടങ്ങിയ ശേഷം എനിക്ക് ആ ഒരു പഠനത്തോടുള്ള ഭയം അല്ലാന്നുണ്ടെങ്കിൽ ടീച്ചേഴ്സിനോടുള്ള ഭയവും കാര്യങ്ങളെല്ലാം കുറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെയല്ലേ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് അവർ കുട്ടികൾക്ക് എക്സ്പ്ലനേഷൻ കൊടുക്കുക. കുട്ടികൾക്ക് എന്താ പറയുക പ്രാക്ടീസ് സെക്ഷൻ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് നല്ല ഹെൽപ്പ് ആയിരിക്കും കേട്ടോ. കുട്ടികളുടെ സ്റ്റഡീസിലുള്ള സെൽഫ് കോൺഫിഡൻസ് അതെല്ലാം ഡെവലപ്പ് ചെയ്യാൻ ഇവിടെ ഒരുക്കിയിരിക്കുന്ന ഈ സ്പീച്ച് കോഴ്സിൽ ഭയങ്കര ഉപകാരമാണ് കേട്ടോ. കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, കോൺഫിഡൻസ് എല്ലാം കുട്ടികൾക്ക് മെച്ചപ്പെടുത്താൻ കഴിയും കേട്ടോ. പിന്നെന്താ 1-to-1 ക്ലാസ് ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് എല്ലാ ഡൗട്ടും കാര്യങ്ങളും ടീച്ചേഴ്സിനോട് ഷെയർ ആക്കുക. അതുപോലെ തന്നെ കുട്ടികൾ കളിയാക്കില്ല എന്നുണ്ടെങ്കിൽ എന്താ പറയുക ടീച്ചറിനെ പേടി കൊണ്ട് പറയാൻ പറ്റാത്ത കുറേ കാര്യങ്ങൾ സംശയങ്ങൾ കുട്ടികളുടെ ഉള്ളിൽ തന്നെ ഒതുക്കി വെക്കും. എന്നാലും നമ്മൾ കുട്ടികൾക്ക് ഒരു ടീച്ചറിനെ വീട്ടിൽ ആക്കി കൊടുത്തു കഴിഞ്ഞാലില്ലേ ട്യൂഷൻ കൊടുത്തു കഴിഞ്ഞാലില്ലേ അവർക്ക് എല്ലാ സംശയങ്ങളും ഡൗട്ടും കാര്യങ്ങളെല്ലാം ക്ലിയർ ആക്കാൻ പറ്റും കേട്ടോ. അതുപോലെ തന്നെ നല്ലോണം ടീച്ചർ കുട്ടീനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും. ആൽബർട്ടിൽ പഠിക്കുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം എനക്കും സ്ട്രെസ് ഫ്രീ ആണ്. അതുപോലെ തന്നെ എൻ്റെ മോൻക്കും സ്ട്രെസ് ഫ്രീ ആണ്. ഫൺ ലേണിംഗ് ആണ്. അവരുടെ എന്താ പറയുക ലേണിംഗ് എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് ചെയ്തിട്ട് തന്നെ അറിയണം കേട്ടോ. കുട്ടികൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. കാര്യം ടീച്ചർ നല്ല ഫ്രണ്ട്ലി ആണ്. അതുപോലെ തന്നെ എൻ്റെ കുട്ടീൻ്റെ അക്കാദമിക് ഗ്രൗത്ത്, ഓവറോൾ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് എല്ലാം എനിക്ക് പോസിറ്റീവ് ഇമ്പാക്റ്റ് കിട്ടിയത് ആൽബർട്ടോയിൽ മോനെ ചേർത്ത ശേഷമാണ്. അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇവരുടെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങൾ എന്തായാലും ചെക്ക് ചെയ്തോ. കാര്യം നിങ്ങളും എന്നെപ്പോലെ തന്നെ കുട്ടികളുടെ പഠന കാര്യത്തിൽ ടെൻഷൻ അടിക്കുന്ന പാരൻസ് ആയിരിക്കും. അതുപോലെ തന്നെ ചില സമയമെല്ലാം പാരൻസിന് ഭയങ്കര ദേഷ്യം പിടിക്കുന്ന സമയമുണ്ട്. നമ്മൾ ഈ വീട്ടിലത്തെ എല്ലാ പണിയും കഴിഞ്ഞ് മക്കളെ പഠിപ്പിക്കാനിരുത്തുന്ന സമയം അവർക്ക് നമ്മൾ തലേദിവസം പഠിപ്പിച്ച കാര്യങ്ങളൊന്നും ഓർമ്മയില്ലെങ്കിലെല്ലാം നമുക്ക് ഭയങ്കര ദേഷ്യം പിടിക്കൂലേ. എന്നാലില്ലേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ കുട്ടികൾക്ക് വീട്ടിൽ തന്നെ നമുക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള ടൈമിൽ കുട്ടിക്ക് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ടീച്ചറിനെ വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികളുടെ ടെൻഷനും കുറയും, നമ്മളെ ടെൻഷനും കുറയും. പിന്നെ നിങ്ങൾക്കില്ലേ ഡിസ്കൗണ്ട് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ കൂപ്പൺ കോഡായ YT002 ടൈപ്പ് ചെയ്താൽ മതി കേട്ടോ. ആൽബർട്ടോയിൽ നിങ്ങൾക്ക് നിങ്ങളെ കുട്ടികളെ വിശ്വസിച്ച് ഏൽപ്പിക്കുക. ഒന്നുമില്ല, നിങ്ങൾ ഇപ്പം തന്നെ അവർ കോണ്ടാക്ട് ചെയ്തോ. കാര്യം നിങ്ങൾ ട്യൂഷൻ കൊടുക്കുന്നില്ല എങ്കിലും നിങ്ങൾക്ക് അവരുടെ ഫുൾ ഡീറ്റെയിൽസ് അറിയാനും ജസ്റ്റ് ഒരു ഡെമോ ക്ലാസ് എല്ലാം വെച്ചിട്ട് അവരെങ്ങനെയാണെന്ന് മനസ്സിലാക്കാനും പറ്റും കേട്ടോ. എന്തായാലും നിങ്ങൾ കോണ്ടാക്ട് ചെയ്തോ. നമ്മൾ കുട്ടികളുടെ ഭാവി നമ്മളെ കയ്യിലല്ലേ. അപ്പം നമ്മളെ കുട്ടികൾക്ക് നല്ലൊരു ബെസ്റ്റ് എഡ്യൂക്കേഷൻ കൊടുക്കുക എന്നുള്ളത് നമ്മൾ ഓരോ പാരൻസിൻ്റെയും കടമയാണ്. നമ്മൾ വെറുതെ കുട്ടികളോട് ദേഷ്യം പിടിച്ച് എന്താ പറയുക അവർക്കും സ്ട്രെസ് ആയിരിക്കും, നമുക്കും സ്ട്രെസ് ആയിരിക്കും. സത്യം പറഞ്ഞാൽ ചില കുട്ടികൾക്ക് പഠിക്കാമെന്ന് പറയുന്നത് തന്നെ ഒരു ഭയമായിട്ടായിരിക്കും അവരുടെ ലൈഫിൽ ഉണ്ടാവുക.
അതിൽ നമ്മൾ പഠനത്തിന് ഫസ്റ്റ് അവർക്ക് പേടിപ്പിച്ചിട്ടും അടിച്ചിട്ടെല്ലാം പഠിപ്പിക്കുന്നതുകൊണ്ടാണ് അവർക്ക് ഓരോ വിഷയത്തിനോട് അല്ലാന്നുണ്ടെങ്കിൽ ഓരോ ടീച്ചേഴ്സിനോട് സബ്ജക്റ്റിനോടെല്ലാം വെറുപ്പുള്ള കുട്ടികളെല്ലാം ഉണ്ടാവും. അപ്പില്ലേ നമ്മളിപ്പം കുട്ടികൾ എത്ര ഇൻട്രസ്റ്റോടെയാണ് ഒരു ഗെയിം പഠിക്കുന്നത്, അതുപോലെ ഗെയിം കളിക്കുന്നത്. ഇപ്പോൾ ടി വിയിൽ ഓരോ കാര്യങ്ങൾ, ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഡെയിലി ഒരു ഇംഗ്ലീഷ് കാർട്ടൂൺ വെച്ച് കൊടുക്കുന്ന കുട്ടികൾക്ക് ഇംഗ്ലീഷ് ഈസി ആയിട്ട് അവർ സംസാരിക്കുന്നില്ല. അതുപോലെ ഇപ്പോൾ ഒരു ഹിന്ദി കാർട്ടൂൺ കാണുന്ന കുട്ടിയാണെന്നുണ്ടെങ്കിൽ ഹിന്ദി ഈസി ആയിട്ട് കാര്യം അത് പഠിപ്പിക്കുന്ന ഈ രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരത് ലേൺ ചെയ്യുന്ന രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവർ കേട്ട് പഠിക്കുന്നു. പക്ഷേ അവർക്ക് ഇഷ്ടമുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കിലൂടെയാണ് അവരത് പഠിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഓരോ സബ്ജക്റ്റും കുട്ടികളെ ഇൻട്രസ്റ്റിംഗ് ആക്കിയിട്ട് പഠിപ്പിക്കാൻ പറ്റും. അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ അങ്ങനെയാണ് കേട്ടോ ആൽബിഡോ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് പഠനത്തോടുള്ള ഭയം ഇല്ലാന്നുണ്ടെങ്കിൽ ഇഷ്ടമില്ലായ്മ അതെല്ലാം മാറി പഠനത്തോട് കൂടുതൽ ഇൻട്രസ്റ്റ് വരാനും എക്സാമെല്ലാം കഴിഞ്ഞ് കൂടുതൽ റിസൾട്ട് കിട്ടാനെല്ലാം ആൽബിഡോ കുട്ടികളെ നല്ലോണം ഹെൽപ്പ് ചെയ്യുന്ന കേട്ടോ. അത്രയും ഫ്രണ്ട്ലി ആയിട്ടുള്ള ടീച്ചേഴ്സാണ്. നിങ്ങൾ ഒരിക്കലെങ്കിലും നിങ്ങളെ കുട്ടീനെ ആൽബിഡോയിൽ ചേർത്തി നോക്കുക. നിങ്ങൾക്ക് അടുത്ത എക്സാമിലുള്ള റിസൾട്ട് ഉറപ്പായിരിക്കും കേട്ടോ. അപ്പോൾ ഡീറ്റെയിൽസ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. എൻ്റെ കൂപ്പൺ കോഡും മറക്കണ്ട. ഒരു ടൈമില്ലേ ഞാൻ ഈ പത്തിരി മൊത്തത്തിൽ വായലിൽ പരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ മസാലയും മീനെല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നിൽ നിങ്ങൾക്ക് കാണാൻ കുറച്ചുകൂടി ഭംഗിക്ക് വേണ്ടിക്കാന്നുണ്ടെങ്കിൽ മസാല ആദ്യം വെച്ച് കൊടുക്കുക, എന്നിട്ട് മീൻ ഫ്രൈ ആക്കിയത് മുകളിൽ വെച്ച് കൊടുക്കുക. പക്ഷേ കുറച്ചുകൂടി ടേസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ആ ഫ്രൈ ആക്കിയ മീൻ മസാലയിലിട്ടിട്ട് ഒന്ന് തിളപ്പിച്ചിട്ട് ചെയ്തെടുത്തതിനാൽ കുറച്ചുകൂടി ടേസ്റ്റ് ഇറങ്ങും കേട്ടോ. അപ്പോൾ ഇതാ ഞാനില്ലേ വായലയിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം എല്ലാവർക്കും അറിയുന്നതായിരിക്കില്ല. എന്നിട്ട് വേറൊരു വായലയിൽ വീണ്ടും ആ ഒരു പത്തിരി പരട്ടിയിട്ട് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇത് ഒരു 20 മിനിറ്റോളം സ്റ്റീം ചെയ്തെടുക്കുക, വേവിച്ചെടുക്കുക. 15-20 മിനിറ്റ്. രണ്ടെണ്ണം ഒരുമിച്ചിട്ടിട്ട് വേവിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 20-25 മിനിറ്റ് തന്നെ വേവിക്കുക. ആ കാര്യം മുകളിലുള്ള എന്താ പറയുക നടുഭാഗം കുക്കായിട്ട് വരില്ല. അതുകൊണ്ട് തന്നെ ഓരോന്നായിട്ട് വേവിക്കലാണ് കേട്ടോ നല്ലത്. അപ്പോൾ ഇതാ ഒരു 15-20 മിനിറ്റ് കൊണ്ട് തന്നെ കുക്കായിട്ട് കിട്ടും. ആ ഒരു ടൈമിൽ ഞാൻ കിച്ചണ് മൊത്തത്തിൽ ക്ലീനാക്കി എടുക്കലാണ്. ഞാനില്ലേ കിച്ചണിൽ എന്താ പറയുക കുക്ക് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ ലാസ്റ്റ് ഫുഡ് ഉണ്ടാക്കി കഴിയുന്ന സമയമാകുമ്പോഴേക്ക് പാത്രങ്ങൾ പീസിൽ ഉണ്ടാവില്ല. അതുപോലെ കൗണ്ടർ ടോപ്പ് മൊത്തത്തിൽ ക്ലീൻ ആയിട്ടുണ്ടാവും. എനിക്ക് ഇങ്ങനെ വലിച്ചാരിയിട്ടിട്ട് കുക്ക് ചെയ്യൽ ഇഷ്ടമില്ലാത്ത കാര്യമാണ്. എനിക്ക് കുക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ റിലാക്സ് ആയിട്ട് മാഷാ അല്ലാ എല്ലാം സെറ്റായിട്ട് കുക്ക് ചെയ്യലാന്ന് ഇഷ്ടം. കാര്യം ഞാനിപ്പോൾ ഒരു ഇല കട്ടാക്കുന്നുണ്ടെങ്കിൽ വായല കട്ടാക്കുന്നുണ്ടെങ്കിൽ ആ വായല കഴുകും മുമ്പേ അവിടുത്തെ വേസ്റ്റ് മൊത്തത്തിൽ കളഞ്ഞ ശേഷം മാത്രമേ വായല കഴുകൂ. എന്നിട്ട് ആ കൗണ്ടർ ടോപ്പ് തുടച്ചെടുക്കും. അങ്ങനെ ഓരോ പണികളും നമ്മൾ ഓരോരോ ചിട്ടയിൽ ചെയ്തതിനാൽ നമുക്ക് എല്ലാ പണികളും ഭയങ്കര ഈസി ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതാ എൻ്റെ കിച്ചൺ കണ്ടില്ലേ മൊത്തത്തിൽ ഞാൻ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പം ലാസ്റ്റ് എനിക്ക് കൗണ്ടർ ടോപ്പും തുടച്ച് ബേസിനും കഴുകാനേ ഉണ്ടാവും. കുക്ക് ചെയ്യുന്ന സമയത്തിനുള്ളിൽ ഞാൻ എൻ്റെ അടുപ്പ് അടക്കം തുടച്ച് ക്ലീൻ ആക്കി വെക്കും കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് കുക്കിങ്ങിനോടൊരു മടുപ്പ് ഫീൽ ചെയ്യില്ല. സത്യം പറഞ്ഞാൽ ചിലർക്കെല്ലാം കുക്ക് ചെയ്യാൻ ഭയങ്കര മടുപ്പാന്ന് പണിയാന്നെല്ലാം പറയൂലേ. പക്ഷേ കുക്കിംഗ് നമ്മൾ ആസ്വദിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിലേ ഭയങ്കര ഈസി ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. അതുപോലെ നമ്മൾ എൻജോയ് ചെയ്തിട്ട് നമ്മൾ ഓരോന്ന് ഉണ്ടാക്കുന്ന സമയത്ത് അത് നന്നായിട്ട് വരണമെന്നുള്ള ഇൻട്രസ്റ്റോടുകൂടി ഉണ്ടാക്കണം. അങ്ങനെ അപ്പം ഇതാ മൊത്തത്തിൽ ഇനിയിപ്പം ക്ലീൻ ആക്കി എടുക്കണം. ലാസ്റ്റ് എന്താ പറയുക നല്ലോണം മോശമാവുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നല്ലവും കൂടി ലാസ്റ്റ് തുടച്ചെടുക്കും കേട്ടോ. കാര്യം പിറ്റേ ദിവസം രാവിലെ നല്ല ഫ്രഷ് ആയിട്ട് കിച്ചൺ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് പിറ്റേ ദിവസം നല്ല പോസിറ്റീവായിട്ട് കിച്ചണിലേക്ക് കയറാൻ പറ്റുക. പിന്നെ വേസ്റ്റിൽ എന്താ ചെയ്യാമെന്ന് ചോദിക്കലുണ്ട്. എന്താ പറയുക വേസ്റ്റിൻ്റെ കാര്യത്തിൽ മഴക്കാലം എല്ലാം ആയിക്കഴിഞ്ഞാൽ അനക്കും ഭയങ്കര പണിയാണ് കേട്ടോ. വേസ്റ്റ് ചിലതെല്ലാം കുഴിച്ചിട്ടിടും. പിന്നെ പ്ലാസ്റ്റിക്കെല്ലാം എടുക്കാൻ ആൾക്കാർ വരുന്നതുകൊണ്ട് തന്നെ അതങ്ങനെ ഒരു വലിയ ബക്കറ്റിൽ കഴുകിയിട്ട് ഉണക്കിയിട്ട് ബക്കറ്റിൽ അങ്ങനെ ഇട്ട് വെക്കലാണ്. പിന്നെ ഇങ്ങനത്തെ ഫുഡ് വേസ്റ്റും കാര്യങ്ങളുണ്ടാവില്ലേ, ഫുഡ് വേസ്റ്റ് അധികം ഉണ്ടാക്കില്ല എന്നാലും ഈ കക്കിരി എന്താ പറയുക ഫ്രൂട്ട്സിൻ്റെ തൊലികൾ അതുപോലെ തന്നെ ഇങ്ങനത്തെ വേസ്റ്റുകൾ ഉണ്ടാവില്ലേ, ചിക്കൻ്റെ വേസ്റ്റ് കാര്യങ്ങൾ അങ്ങനെയെല്ലാം ഉണ്ടാകുമ്പം അതെല്ലാം ഞാൻ എന്താ പറയുക ഞാനല്ല ഒക്കെ രാവിലെ ഏതെങ്കിലും ചെടീൻ്റെ ഭാഗത്ത് അങ്ങനെ കുഴിച്ചിട്ടിട്ട് കൊടുക്കലാണ്. അത് നല്ല വളമല്ലേ. ഞാനില്ലേ കിച്ചണിലേക്ക് വന്നു കഴിഞ്ഞാൽ അതുവരെ അപ്പുറം ഒരു കുഴപ്പമുണ്ടാവില്ലേ. ഞാൻ കിച്ചണിലേക്ക് കാല് എടുത്ത് കുത്തിക്കഴിഞ്ഞാലിരിക്കും അപ്പുറം എന്തിനെങ്കിലും അടിയായിരിക്കും. ഒന്നിക്കൽ റിമോട്ടിനായിരിക്കും, ഇല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും സാധനം കാണാണ്ടായിട്ടായിരിക്കും. അങ്ങനെ ഇപ്പോൾ സൂചിയിലായിരിക്കും ചിലപ്പോൾ നിസ്സാര കാര്യമായിരിക്കും, അതിനെല്ലാം ഇരിക്കും അപ്പുറം എന്താ പറയുക ബഹളാക്കുന്നത്. ചിലപ്പോൾ എനിക്ക് ചിരിയെല്ലാം വരും കേട്ടോ. ഞാൻ ദേഷ്യമെല്ലാം പിടിക്കും. എന്നാൽ എനിക്ക് ദേഷ്യം അധികം പിടിക്കുമ്പം ചിരി വരും. ഞാനിപ്പോൾ ദേഷ്യം പിടിക്കുന്നത് കേട്ടോ കണ്ട മുഹമ്മദിനോടെല്ലാം സത്യം പറഞ്ഞാൽ ദേഷ്യം പിടിക്കുമ്പം
ചിരി വരും. കാരണം ചെറിയ കുട്ടികളോട് ദേഷ്യം പിടിക്കുമ്പോൾ അവർക്ക് വേഗം പേടിക്കില്ല. നമ്മൾ ചെറിയ കാര്യമായിരിക്കും അവിടെ വെക്ക് ഇവിടെ വെക്കെന്ന് പറഞ്ഞാൽ തന്നെ അവർക്ക് വേഗം സങ്കടം വരൂലേ. അങ്ങനെ ചെറിയ കാര്യത്തിന് ഇരിക്കുക, പക്ഷെ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, ചിരി വരും. എന്നാലും ഞാൻ കൺട്രോൾ ചെയ്തിട്ടെല്ലാം ഇതാക്കും. പിന്നെന്താ, കുട്ടികൾ അടിക്കുമെന്നെല്ലാം ചോദിക്കലുണ്ട്. ചില കമൻറ്റിൽ അങ്ങനെ വരുത്തുണ്ട്, കുട്ടികളെ അടിക്കുകയൊന്നും ചെയ്യില്ലേ. എനിക്കും ദേഷ്യമെല്ലാം പിടിക്കലുണ്ട്. പക്ഷെ ദേഷ്യം പിടിക്കുന്ന സമയം ഞാനിങ്ങനെ ചിന്തിക്കും, നമ്മളും ചെറുതിൽ ഇങ്ങനെയെല്ലാം തന്നെയെല്ലാം ഉണ്ടായിട്ടുണ്ടായിനി, അങ്ങനെ ഞാൻ ചിന്തിക്കലുണ്ട്. നമ്മളും ഭയങ്കര പെർഫെക്റ്റ് ഒന്നും എല്ലാവരും ഉണ്ടായിട്ടുണ്ടായിനി, നമ്മളും ഇങ്ങനെ കുരുത്തക്കേടും എല്ലാം ഉണ്ടായിട്ടുണ്ടായിരുന്നല്ലോ എന്നെല്ലാം ചിന്തിക്കും. അന്നേരം അത് എൻജോയ് ചെയ്യും. അങ്ങനെ പിന്നെന്താ, ഇനിയിപ്പം മോനപ്പുറത്തുനിന്ന് പഠിക്കുന്നുണ്ട്. പഠിക്കുന്നതിനിടയിൽ എന്തെല്ലോ ഈ പെൻസിലിൻ്റെ എല്ലാം കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാലില്ലേ, നമ്മൾ ഡെയിലി പെൻസിൽ 2-3 പെൻസിലെല്ലാം എടുത്തിട്ടായിരിക്കും സ്കൂളിൽ പോകുന്നത്. എന്നാലും ഇല്ലേ അതെല്ലാം കാണാണ്ടാക്കിയിട്ട് വരും. എന്നിട്ട് തിരിച്ച് വന്നിട്ട് പിറ്റേ ദിവസം അവൻ്റെ എന്താ പറയുക ബോക്സിലൊന്നും ഉണ്ടാവില്ല. ഷാർപ്നറും ഉണ്ടാവില്ല, റേസറും ഉണ്ടാവില്ല, എന്താ പറയുക പെൻസിലും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. എന്നിട്ട് പിറ്റേ ദിവസം എന്നും അത് വെച്ച് കൊടുക്കണം. ഗിഫ്റ്റായിട്ടെല്ലാം കൊടുത്തെന്നാണ് പറയല്. ഞാൻ ഗിഫ്റ്റായിട്ട് കൊടുത്ത എൻ്റെ ഫ്രണ്ടിന്. അങ്ങനെ ഞാൻ കൊണ്ടുപോയി കഴിഞ്ഞാലും അങ്ങനെ തന്നെയാണ്. എന്നാലും ഓനെ വന്നിട്ട് പറയുന്നേക്കുമ്പോഴെല്ലാം ഭയങ്കര സന്തോഷമായിട്ട് തോന്നലുണ്ട്. എന്താ പറയുക, അങ്ങനെയല്ല, സ്കൂളിലിട്ടിട്ട് വന്നു കഴിഞ്ഞാൽ എല്ലാവരും 3 തന്നെ സ്കൂളിൽ കുറേ കഥകളുണ്ടാവും പറയാൻ വേണ്ടിക്ക്. അങ്ങനെ ഞാൻ കുറേ സമയം അവരടുത്ത് ഇരിക്കും. അതെല്ലാം കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ കിച്ചണിലേക്ക് വരുന്നത്. അതുവരെ ഒരു കുഴപ്പമില്ലാണ്ട് നിന്നാൽ കിച്ചണിലേക്ക് കാല് കുത്തിയാലായിരിക്കും കുഴപ്പമുണ്ടാവില്ല. കാര്യം നമുക്കിങ്ങനെ സമാധാനത്തിൽ കുക്ക് ചെയ്യാനെല്ലാം ഒരു സമാധാനം ഉണ്ടാവില്ലല്ലോ. അപ്പുറം കരച്ചിലും വിളിയെല്ലാം ആകുമ്പോൾ. അങ്ങനെ കരച്ചിലും വിളി എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യത്തിലിരിക്കും, അത് സോൾവ് ചെയ്തിട്ട് വരണം. അങ്ങനെ ഞാൻ ഇക്കാക്കുള്ള ജ്യൂസെല്ലാം റെഡിയാക്കി എടുത്ത് ഇനിയിപ്പം എന്താ പറയുക ഓനൊന്ന് മേലെല്ലാം കഴുകി കൊടുക്കണം. രാത്രി ആകുമ്പം എന്തായാലും ഒന്ന് മേലേക്ക് ഫ്രഷ് ആക്കി കൊടുക്കും. പിന്നെന്താ, ഇനിയിപ്പോൾ ഇതാ നമ്മുടെ എന്താ പറയുക മീൻ പത്തിരി റെഡി ആയിട്ടുണ്ട്. അത് ഒന്ന് ഞാൻ വേഗം സെർവ് ചെയ്തിട്ട് കാണിക്കുക. കറിയൊക്കെ വരുന്നവരെ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് വീഡിയോ ഷൂട്ട് ചെയ്യുമ്പം ഇക്കൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് ഫുഡ് അങ്ങനെ വെയിറ്റ് ചെയ്യൽ ഇഷ്ടം കുറവാണേ. കറി അതിൻ്റെ ചൂടെല്ലാം തണിയും ടേസ്റ്റെല്ലാം പോകുന്നു. അതുകൊണ്ട് തന്നെ ഞാനെന്ത് ചെയ്യുമെന്നറിയോ, ഒക്കെ വരുന്ന മുമ്പേ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഷെയർ ആക്കുന്നതാണ്. അങ്ങനെ പിന്നെന്താ, നല്ല ടേസ്റ്റാണ് കേട്ടോ, അടിപൊളിയാണ്. നിങ്ങൾ എന്തായാലും ഒരിക്കലെങ്കിലും ട്രൈ ആക്കി നോക്കാം. എല്ലാവർക്കും അറിയുന്ന തന്നെ ആയിരിക്കും, പക്ഷേ ഇതിലും ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റം എൻ്റെ കയ്യിലുണ്ട്. ഇൻഷാല്ലാ ഞാൻ വീഡിയോ ചെയ്യാം. പിന്നെന്താ, അപ്പോൾ ഇതാ ഞാൻ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കലാണ്. എന്നിട്ട് ഒക്കെ വന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് എല്ലാവരും ഒരുമിച്ചിട്ട് അങ്ങനെ ഫുഡ് കഴിക്കലാണ്. ഞാൻ ജസ്റ്റ് വീഡിയോ എടുക്കുന്ന ദിവസമാകുമ്പം ഞാനിങ്ങനെ മെഷീൻ്റെ വെച്ചിട്ട് ജസ്റ്റ് നിങ്ങൾക്ക് ഷൂട്ട് ചെയ്തിട്ട് കാണിച്ചു തരുന്നതാണ്. കാര്യം ഞാനൊരു വീഡിയോ എടുക്കുന്നതെന്ന് വിചാരിച്ചിട്ട് അവരെ സമയവും അല്ലാന്നുണ്ടെങ്കിൽ അവരെ പ്രൈവസിയും കാര്യങ്ങളൊന്നും കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഷൂട്ട് ചെയ്തിട്ട് കാണിക്കുന്നത് കേട്ടോ. പിന്നെന്താ, ഉമ്മാൻ്റെ വീടിൻ്റെ വീഡിയോ പെട്ടെന്ന് ചെയ്യണേന്ന് ചോദിച്ചിട്ടുണ്ടായിനി. അത് ഞാൻ പെട്ടെന്ന് ചെയ്യാത്തതിന് കാര്യം എന്താണെന്ന് അറിയോ, ഞാൻ ഓരോ ഭാഗങ്ങൾ അങ്ങനെ ഷൂട്ടാക്കി വെച്ചിട്ടുണ്ടായിന്. ഓരോ സ്റ്റേജും, ടൈലിടുന്നത്, സ്റ്റെയർ കേസിൻ്റെത്, സെക്കൻഡ് കിച്ചൺ ആക്കുന്നത്, അതുപോലെ തന്നെ അങ്ങനെ ഓരോ ഭാഗങ്ങളും പെയിൻറ്റിങ് എല്ലാം ഞാൻ എന്താ പറയുക വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ ആ വീഡിയോ എല്ലാം അങ്ങ് പോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ വേറൊരു ദിവസം എടുത്തതാണ്. ഇവിടെ ഒരുപാട് വീട് വരുന്നുണ്ട് കേട്ടോ ഈ ഒരു ഭാഗത്തായിട്ട്. അപ്പോൾ ഇതാ നമ്മൾ വേറൊരു ദിവസം ഷൂട്ട് ചെയ്തൊരു വീഡിയോ ആണ്. ഇപ്പോൾ സ്റ്റെയർ കേസും കാര്യങ്ങളെല്ലാം ഈ ഭാഗത്തെല്ലാം. പിന്നെന്താ, അതിൻ്റെ പണി നടക്കുന്നുണ്ട്, മരം വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ പണി നടക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ടൈലിടാൻ തുടങ്ങിയിട്ടുണ്ട് ബാത്റൂമിൽ. അപ്പോൾ ആ വീഡിയോ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ടൈല് വാങ്ങാൻ പോയ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഷെയർ ആക്കിയിട്ടില്ലേ, അതിൻ്റെ പിറ്റേ ദിവസം എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ ഇത്. ഇപ്പോൾ ടൈലെല്ലാം ഒട്ടിക്കാൻ തുടങ്ങി. ഇതാണ് കേട്ടോ കിച്ചണ് വരുന്നത്. അപ്പം എന്താ പറയുക, ഇത് ഹാളാണ് വരുന്നത്. അപ്പോൾ ഒരുപാട് നിങ്ങൾക്ക് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവും ചെയ്യില്ല, എന്നാലും ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിനി. പെട്ടെന്ന് തന്നെ എന്താ പറയുക വീടിൻ്റെ ഫുൾ വീഡിയോ ചെയ്യണമെന്നുണ്ട്. ഇൻഷാല്ലാ ഞാൻ ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഓരോരോ ഭാഗങ്ങൾ സെക്ഷനായിട്ട് വീട് എടുക്കുന്നവർക്കെല്ലാം ഉപകാരപ്പെടൂലേ. നമ്മൾ വീട് എടുക്കുമ്പോഴേ എപ്പോഴും ഓരോ കാര്യങ്ങളും ശ്രദ്ധിക്കണം. ഞാനിപ്പം കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾക്ക് ടൈലിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞു തന്നിട്ടുണ്ടായിന്. ഇൻഷാല്ലാ ഞാനില്ലേ പുതിയ വീടെടുക്കുമ്പം എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ആയിട്ട് ഒരു വീഡിയോ ചെയ്യാം കേട്ടോ.
അതെല്ലാവർക്കും യൂസ്ഫുൾ ആവും. എന്നോട് അധികം ചോദിക്കലുണ്ട് ഇർഫാൻ എൻ്റെ വിൻഡോ നല്ലതാണോ, അത് നല്ലതാണോ, ഇത് നല്ലതാണോ, പെയിൻറ്റ് ചെയ്താന്നല്ല. ഇൻഷാല്ലാ ഈ വീടിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ എന്തായാലും ഷെയർ ആക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെന്താ, അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും, ബൈ.